പ്രായവും ശാരീരിക അവശതകളും ഒന്നും നീന്തലിന് ഒരു തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് 62-കാരിയായ ഡോക്ടർ കുഞ്ഞമ്മ മാത്യൂസ്. തൃശൂർ അഞ്ചേരി ജവഹർ റോഡ് പുത്തൻപുര വീട്ടിൽ PV ആൻ്റണിയുടെ ഭാര്യയും റിട്ടയേർഡ് LIC ഉദ്യോഗസ്ഥയുമായ ഡോക്ടർ കുഞ്ഞമ്മ മാത്യൂസ് വൈക്കം വേമ്പനാട്ട് കായലിൻ്റെ ആഴമേറിയ 7 കിലോമീറ്ററോളം ദൂരം നീന്തിക്കയറി ചരിത്രത്തിൽ ഇടം പിടിച്ചു. 1 മണിക്കൂർ 40 മിനിറ്റ് സമയം കൊണ്ടാണ് പരിമിതികളെ മറികടന്ന് വേമ്പനാട്ട് കായലിൽ ആലപ്പുഴ ജില്ലയിലെ അമ്പലക്കടവ് വടക്കുംകരയിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള ദൂരം നീന്തിക്കയറിയത്. കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് ക്ലബ്ബിലെ പരിശീലകൻ ബിജു തങ്കപ്പൻ്റെ കീഴിൽ കുത്തൊഴുക്കുള്ള മൂവാറ്റുപുഴയാറിൽ 3 മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയാണ് ഈ ഉദ്യമത്തിന് തയ്യാറെടുത്തത്. സ്വപ്നമായിരുന്നു, കുറേ നാളായിട്ട് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു സ്വപ്നമായിരുന്നു. ഞാനത് യൂട്യൂബിൽ നീന്തലിനോട് എനിക്ക് നല്ല താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ യൂട്യൂബിലും മറ്റും ഇങ്ങനെ കണ്ടപ്പോൾ സാറ് കൊച്ചുങ്ങളെയൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്യിക്കുന്നുണ്ട് എന്നുള്ള ന്യൂസുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി സാറിനെ ഒന്ന് കോൺടാക്ട് ചെയ്ത്. പക്ഷെ സാറിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയത് വളരെ റീസെൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഞാൻ സാറ് ശരിക്കും കുട്ടികളെ മാത്രമാണ് ചെയ്യിച്ചതായിട്ട് ഞാൻ കണ്ടുള്ളൂ. സാറിനോട് ഞാൻ ചോദിച്ചു, 62 വയസ്സായ ഒരു കുട്ടീനെ ചെയ്യിക്കാൻ, കുട്ടിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ചെയ്യിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം സാറ് അത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ പ്രാക്ടീസ് കഴിഞ്ഞ ഡിസംബറിലാണ് എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയത്. പ്രാക്ടീസ് ആരംഭിച്ചു. എനിക്കിത് ചെയ്യാൻ പറ്റിയതിൽ എൻ്റെ ഒരു ചിരകാല സ്വപ്നമാണ്. ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വടക്കുംകരയിൽ നിന്നും രാവിലെ 8:30 പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് TS സുധീഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു. 10:10 വൈക്കം ബീച്ചിൽ നീന്തിക്കയറിയ കുഞ്ഞമ്മയെ നിഷ ജോസ് കെ മാണി കൈപിടിച്ച് കയറ്റി അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ കൊണ്ടുവരുമായിരുന്നു ആ ഒരു, പിന്നെ നമ്മുടെ ഇവിടെ പാട്ടും എല്ലാം ഉണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു എന്താ പറയാ എൻതൂസിയാസം, അതാന്ന് തോന്നുന്നു കുഞ്ഞമ്മ മാമിനെ ഇവിടം വരെ എത്തിച്ചത്. ആദ്യമേ തന്നെ ഈ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഡോക്ടർ കുഞ്ഞമ്മ മാത്യൂസിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും നേരുന്നു. ഇതൊരു ഡെഫിനറ്റ്ലി സ്ത്രീകൾക്ക് തന്നെ ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. എനിക്ക് തന്നെ ഒരു അഭിമാനം തോന്നി മാം നീന്തി ഇങ്ങനെ വരുന്ന കണ്ടപ്പോഴത്തേക്കിനും. ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. സാധാരണ രീതിയിൽ 62 എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും 62 ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി സ്ത്രീകൾ ഒരു 50 കഴിയുമ്പോൾ തന്നെ പറയുമോ എൻ്റെ ജീവിതം കഴിഞ്ഞു, കാല് 2 പൊക്കി വെച്ചിട്ട് പറയും ഇനി എന്നാ എനിക്ക് ചെയ്യാനുള്ള ജീവിതത്തിൽ. മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ പറയും അയ്യോ നമുക്കിനിയും ഒന്നുമില്ല, ഇനിയുമാ അത്രയൊക്കെ ഉള്ളൂ, ഇനി എന്നാ ചെയ്യാനുള്ളേ. റിട്ടയർമെന്റ് ആണെങ്കിൽ പറയും ഞാൻ ചെയ്യാനുള്ളതെല്ലാം പൂർത്തീകരിച്ചു, ഇനി ഒന്നുമില്ല ലൈഫിൽ. പക്ഷെ ഇവിടെ 62 എന്ന് പറഞ്ഞാൽ വെറും ഒരു നമ്പർ അല്ല, ഒരു ഏജ് അല്ല, അത് ഒരു വികാരമായി മാറ്റി തീർത്ത് ഒരു കോൺക്വസ്റ്റ് തന്നെ നടത്തി വന്ന, ഒരു എക്സ്പ്ലോറേഷൻ തന്നെ നടത്തി വന്ന കുഞ്ഞമ്മ മാത്യൂസിനെ നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും അനുമോദിക്കണം. കാരണം വൈക്കം താലൂക്ക് ആശുപത്രി RMO ഡോക്ടർ SK ഷീബ, എക്സൈസ് ഇൻസ്പെക്ടർ G കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് സ്മിത സോമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. 100 കണക്കിന് ആളുകൾ നീന്തൽ കാണാൻ എത്തിയിരുന്നു. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.